കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 3 യൂണിറ്റ് 1 ടെൻഡർ ടച്ച് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. യൂണിറ്റ് 1ന്റെ ഫസ്റ്റ് ലെസന്റെ ഹെഡിങ് ആണ് ടെൻഡർ ടച്ച്, അതായത് സമാധാനപ്പെടുത്തുന്ന ഒരു തൊടൽ. അല്ലെങ്കിൽ പ്രയാസത്തിലിരിക്കുമ്പോൾ ഒരു വ്യക്തി പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ വേദനയോ അനുഭവിക്കുമ്പോൾ അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തലോടൽ അല്ലെങ്കിൽ ഒരു തൊടൽ, അതാണ് ടെൻഡർ ടച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 കുട്ടികൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രം നമുക്ക് കാണാം. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരു കുട്ടി വീണ് പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടിയെ കൂടെ ഓടുന്ന മറ്റൊരു കുട്ടി സമാധാനിപ്പിക്കുകയാണ്. അവൻ ഓടി മത്സരത്തിൽ പങ്കെടുത്തില്ല, ഇവനെ തിരിഞ്ഞു നോക്കാതെ അവൻ ഓടിപ്പോയില്ല. അവൻ ആ ഓട്ടം നിർത്തി തിരിച്ചു വന്ന് ഇവനെ സഹായിക്കുക, സമാധാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള തലോടലും തൊടലും കരുതലിനെയാണ് ടെൻഡർ ടച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മദർ തെരേസ പറഞ്ഞ ഒരു വാക്ക് കാണാം നമുക്ക്. ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കൈകളെ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുക, അതായത് മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് പറയുന്നത്. ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്, ഹൃദയം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് പറയുന്നത്, കരുതാനാണ് പറയുന്നത്. നമുക്ക് ലെസൺ വായിച്ചു തുടങ്ങാം. എ സണ്ണി മോർണിംഗ്. എന്താണ് സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞാൽ? നല്ല സൂര്യപ്രകാശമുള്ള നല്ല ക്ലിയർ ഒരു പകൽ സമയം. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. അങ്ങനെ രാവിലെ ഉദിച്ചു വരുന്ന ആ സൂര്യൻ ജനവാതിലിന്റെ ഉള്ളിൽ കൂടെ മുറിയിലേക്ക് കടന്നു വരികയാണ് ആ സൂര്യരശ്മികൾ. അതാണ് സൺ പീപ്ഡ്. ശരിക്കും പീപ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം എത്തി നോക്കുക അല്ലെ ഏന്തി നോക്കുക എന്നാണ് പീപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സൂര്യപ്രകാശം ജനാലിന്റെ ഉള്ളിൽ കൂടെ മുറിയിലേക്ക് കടന്നു വരുന്നതിനെയാണ് സൂര്യൻ ഏന്തി നോക്കി എത്തി നോക്കി എന്ന് പറയുന്നത്. ഓക്കെ. സാഷ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അങ്ങനെ അമ്മ മകളെ വിളിക്കുകയാണ്, സാഷ എന്ന പേരുള്ള മകളെ വിളിക്കുകയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. മോളെ എഴുന്നേൽക്ക്, നീ ലേറ്റ് ആവുന്നുണ്ട്, നേരം വഴുകുന്നു. ഷീ വാസ് ഹാഫ് എസ്ലീപ്. അങ്ങനെ അവള് ഉറക്കം കുറച്ചൊന്ന് ഉണർന്നു, പക്ഷെ വീണ്ടും ഒരു പകുതി ഉറക്കത്തിലാണ്. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ് എ ലിറ്റിൽ ലോങ്ങർ. ഓ അമ്മേ, ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. ഇല്ല മോളെ, നീ ഓൾറെഡി നേരം വൈകി, നീ എഴുന്നേക്ക്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അമ്മ മുറിയിലേക്ക് കടന്നു വന്ന് ജെന്റ്ലി പാറ്റഡ് ഹെർ. പാറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മമാര് കുട്ടികളെ തട്ടി ഉണർത്തും. വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ ഒന്ന് തട്ടി കുലുക്കി ഉണർത്തും. അതിനാണ് ഈ പാറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ ജെന്റ്ലി പാറ്റഡ് എന്ന് പറയുന്നത് വളരെ സാവധാനത്തിൽ, നല്ല അടിക്കുന്ന പോലെ ഒന്നും തട്ടിയില്ല, നല്ല സാവധാനത്തിൽ ഒന്ന് തട്ടി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിംഗ് ഹെർ ഐസ്. അങ്ങനെ സാഷ അപ്പം കിടക്കയിൽ എഴുന്നേറ്റു, കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റു. അതാണ് റബ്ബിംഗ് ഹെർ ഐസ്, കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റു. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത്. ഓ, അപ്പൊ അവൾക്ക് ഒരു നല്ലൊരു വാസന അനുഭവപ്പെട്ടു. അവള് പറഞ്ഞു, ഓ നല്ലൊരു വാസനയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവള് ഷീ ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്, അതായത് നല്ല ആഴത്തിൽ അങ്ങ് ശ്വാസം വലിച്ചു കയറ്റി എന്ന് പറഞ്ഞിട്ട് വലിച്ചങ്ങോട്ട് ആ ശ്വാസം വലിച്ചു കയറ്റി ആ മണം വലിച്ചങ്ങെടുത്തു. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹെർ. അപ്പം അവൾ എന്താ ചെയ്തത്? കിടക്കാൻ എഴുന്നേറ്റ ഉടനെ നേരെ അടുക്കളയിൽ അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങനെ അമ്മ ഫോളോഡ് ഹെർ. അമ്മ അവളെ പിന്നാലെ അടുക്കളയിലോട്ട് ചെന്നു. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. അപ്പം സാഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം, അതാണ് അടുത്ത പാരഗ്രാഫിന്റെ ഹെഡിങ്. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ അടുക്കളയിൽ വളരെ തിരക്കിട്ടെന്തോ ജോലിയിലാണ്. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സെഡ്. അച്ഛൻ പറഞ്ഞു, മോളെ സാഷ, നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പലഹാരം റെഡിയാണ്. അമ്മ, ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. സാഷ അമ്മനോട് ചോദിച്ചു, എന്ത്? ഞാൻ ഈ പലഹാരങ്ങൾ കുറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. അപ്പൊ അമ്മ എന്താ പറഞ്ഞ? ആ ശരി, നീ കൊണ്ടുപോയിക്കോ, തീർച്ചയായിട്ടും നിനക്ക് കൊണ്ടുപോകാം, പക്ഷെ നീ ഇപ്പൊ പോയിട്ട് വേഗം റെഡി ആയിട്ട് വാ. ഷി വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. എന്താ ഈ ഹമ്മിങ് എ ട്യൂൺ എന്ന് പറയാ? ഇങ്ങനെ മൂളിയിട്ട് ഒരു ട്യൂണ് മൂളിക്കൊണ്ട് എങ്ങോട്ട് പോയി? വാഷ്റൂമിലേക്ക് പോയി. സാഷ, ആർന്റ് യു റെഡി യെറ്റ്?
ഇറ്റ് വാസ് നവീൻ ഹെർ ഫ്രണ്ട്. അങ്ങനെ സാഷാന്റെ ഫ്രണ്ട് നവീൻ വന്നിട്ട് വിളിച്ച് ചോദിക്കുകയാണ്, സാഷ നീ റെഡി ആയില്ലേ? ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവൻ ഗേറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് 5 minutes സാഷ ഹറിഡ് അപ്പ്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ തിരക്കിട്ട് അവൾ റെഡിയായി. ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, സാഷ അടുക്കളയിൽ വന്ന് അവിടെ അച്ഛൻ പലഹാരങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മളിപ്പോൾ വായിച്ചില്ലേ, ആ ചിത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ അടുത്ത പാരഗ്രാഫിൻ്റെ ഹെഡിങ് ദ സർപ്രൈസ്, ആശ്ചര്യപ്പെടുക. ഓക്കെ, സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക. നമുക്ക് വായിച്ചു നോക്കാം. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റൈങ്. അങ്ങനെ അവർ രണ്ടുപേരും സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എത്തി. ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്, നവീൻ ആസ്ക്ഡ്. അപ്പം നവീൻ ചോദിക്കുക, നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ, നല്ല മണം വരുന്നുണ്ടല്ലോ നിന്റെ ബാഗിൽ നിന്ന്, എന്താണ് നിന്റെ ബാഗിൽ? ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അതൊരു ആശ്ചര്യപ്പെടുന്ന കാര്യമാണ്, നീ അത് കണ്ട ആശ്ചര്യപ്പെടും, അത്ഭുതപ്പെടും, കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതാണ് വെയിറ്റ് ഫോർ എ വൈൽ, കുറച്ചു നേരം. വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺ ഇറ്റ്. അങ്ങനെ സാഷ ടിഫിൻ ബോക്സ് ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ട് തുറന്നു. അപ്പം വാവ്, ഉണ്ണിയപ്പം എന്ന് നവീൻ എക്സ്ക്ലെയിംഡ്. എക്സ്ക്ലെയിം എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ട് ഉറക്കെ വിളിച്ചു പറയുന്നതാണ്, അതിനാണ് എക്സ്ക്ലെയിംഡ് എന്ന് പറയുന്നത്. വാവ്, ഉണ്ണിയപ്പം. ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് സാഷ. അത് കേട്ട ഉടനെ എല്ലാവരും എണിച്ച് സാഷൻ്റെ അടുത്ത് ഓടി വന്ന്. വെയിറ്റ്, ഡോണ്ട് റഷ്, there's enough for everyone, നവീൻ സെഡ്. അപ്പം നവീൻ പറഞ്ഞ്, വെയിറ്റ്, നിൽക്ക്, അങ്ങനെ തിരക്കൊന്നും കൂട്ടണ്ട, എല്ലാവർക്കും കിട്ടും, അത്രമാത്രം സാധനം ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. At that moment, someone appeared at the window. ആ സമയത്ത് ക്ലാസിന്റെ ജനലിന്റെ അടുത്ത് ആരോ വന്നു. someone വന്നു. Hey, who's that? സാഷ asked. അപ്പോൾ സാഷ ചോദിക്കുകയാണ്, ആ വന്ന വ്യക്തിയെ നോക്കിയിട്ട്, ആരാന്നറിയില്ല, പക്ഷെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഹേയ്, ആരാണത്, നിങ്ങൾ ആരാണ്, ഹു ഇസ് ദാറ്റ് എന്ന് ചോദിച്ചു. ഇവിടെ ഇതാ നമുക്ക് ചിത്രത്തിൽ കാണാം, സാഷ ഉണ്ണിയപ്പത്തിന്റെ പാത്രം തുറക്കുന്ന, എല്ലാവരും ഓടി വരുന്ന, കുറച്ച് കുട്ടികളോട് അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ, നമ്മളിപ്പോൾ വായിച്ച പോലെ ഉള്ള ചിത്രമാണിത്. അടുത്ത പാരഗ്രാഫിന്റെ സബ് ഹെഡിങ് എ ഗേൾ അറ്റ് ദ വിൻഡോ. ജനവാതിലിന്റെ അടുത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നു. വായിക്കാം. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. അങ്ങനെ നവീൻ ആ ജനവാതിലിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നതായിട്ട് കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവെയർ, ഹി സെഡ്. ഞാൻ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് നവീൻ പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടിയാണെങ്കിലോ ഇവരെ വളരെ ആകാംക്ഷയോടുകൂടെ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിംഗിങ് ഇൻ ദ വിൻഡ്. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവളുടെ ഒതുക്കി ചീകി വെക്കാത്ത മുടി, അതാണ് മെസ്സി ഹെയർ, വാസ് സ്വിംഗിങ് ഇൻ ദ വിൻഡ്, അതായത് കാറ്റത്ത് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ടായിരുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. ആ കുട്ടി വളരെ ക്ഷീണിതയായിട്ട് കാണപ്പെട്ടു. സാഷ വെന്റ് ടു ദ വിൻഡോ. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അപ്പോൾ സാഷ എന്ത് ചെയ്തു, ഒരു ഉണ്ണിയപ്പം എടുത്തിട്ട് ജനലിലെടുത്ത് പോയിട്ട് അവൾക്ക് കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ ആ കുട്ടി അത് വാങ്ങിയില്ല. പക്ഷെ എന്ത് ചെയ്തു, അവള് അങ്ങ് ഓടിക്കളഞ്ഞു. ഷാസാസ് ഐ ഫോളോഡ് ദ ഗേൾ. അപ്പം ഷാസ ഇങ്ങനെ ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നു. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷേ കുറച്ചങ്ങോട്ട് പോയപ്പോൾ കുറേ കുറ്റിച്ചെടികളുണ്ടായിരുന്നു. ആ കുറ്റിച്ചെടികളുടെ അപ്പുറത്തേക്ക് ആ പെൺകുട്ടി അങ്ങനെ ഓടിപ്പോയി ഡിസപ്പിയർഡ്. പിന്നെ കാണുന്നില്ല കുട്ടീനെ. വേർ ഡസ് ഷീ ലിവ്? സാഷ ആസ് നവീൻ. ഞാൻ നവീനോട് ചോദിച്ചു ഇവള് ആ കുട്ടി എവിടെയാണ് താമസിക്കുന്നത്. ആ സമയത്ത് നവീൻ എന്താ ചെയ്യുന്നത്, ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. നവീൻ ആണെങ്കിൽ ഉണ്ണിയപ്പം അങ്ങനെ വലിങ്ങനെ കടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുക. ഐ ഡോണ്ട് നോ, ഹി സെഡ്. പക്ഷെ നവീൻ പറഞ്ഞ്, ഓ എനിക്കറിയില്ല അവൾ എവിടെയാണ് താമസിക്കുന്നത്. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെഡ്. അപ്പോൾ സാഷ പറഞ്ഞു, പാവം പെൺകുട്ടി, അവളെ ഉടുപ്പൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. അടുത്ത സബ് ഹെഡിങ് ദ ഗേൾ കംസ് അഗെയിൻ. ആ പെൺകുട്ടി വീണ്ടും വരുന്നു. ഇവിടെ ഒരു 4 വരി, പദ്യത്തിന്റെ 4 വരിയുണ്ട്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. ഇവിടെ ഫ്രോൺ എന്ന വാക്കിന്റെ അർത്ഥം വിഷാദമായ മുഖം, നെറ്റിച്ചുളിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു മുഖത്തിനെയാണ് ഇവിടെ ഫ്രോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 4 വരികളുടെ അർത്ഥം എന്തായിട്ടാണ് വരിക, അതായത് യഥാർത്ഥ സുഹൃത്ത്, അതായത് ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തിന് നിങ്ങളുടെ സങ്കട സമയങ്ങളിൽ നിങ്ങൾക്കൊരു താങ്ങും തണലുമായിരുന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റും. അതാണ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. അതായത് നിങ്ങൾ സങ്കടത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്
നിങ്ങളുടെ ആ സങ്കടം മാറ്റാൻ സാധിക്കും എന്നാണ് ഈ 4 വരികളുടെ അർത്ഥം വരുന്നത്. മിസ് അനുപമ, ദ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. അവരുടെ അനുപമ ടീച്ചർ ക്ലാസ്സിൽ ഒരു പാട്ട് പാടുകയായിരുന്നു. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. വീണ്ടും സാഷ ആ പെൺകുട്ടി ആ വാതിൽക്കൽ, അതായത് ക്ലാസിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, സാഷ മർമേർഡ്. അതായത് സാഷ അവളോടായിട്ട് തന്നെ പറഞ്ഞു, ഒച്ചയില്ലാതെ അവളോടായിട്ട് തന്നെ മനസ്സിൽ പറഞ്ഞു എന്നൊക്കെ വേണം നമുക്ക് വിചാരിക്കാം. അതുപോലെ പാവം പെൺകുട്ടി, എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് നമ്മളോട് കൂടെ ഇരിക്കണം, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അവൾ ആ നിൽപ്പ് കണ്ടിട്ട്. ലിസൺ, said the teacher. Hearing the teacher's voice, the girl ran away. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് വളരെ ശബ്ദത്തിൽ ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പോൾ എന്തു പറ്റി? ദ ഗേൾ റാൻ അവേ. അത് കേട്ടിട്ട് ആ പെൺകുട്ടി ഓടിക്കളഞ്ഞു. അടുത്ത പാരഗ്രാഫിന്റെ സബ് ഹെഡിങ് എ ലല്ലു ബൈ. ഇവിടെ എ സൈലന്റ് ആണ്. ലല്ലു ബൈ, ലല്ലു ബൈ എന്ന് പറഞ്ഞാൽ താരാട്ട് പാട്ട്. ആഫ്റ്റർ സ്കൂൾ, സാഷ ആൻഡ് നവീൻ were walking home. On the way, they heard someone singing a song. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞ് സാഷയും നവീനും കൂടെ വീട്ടിലേക്ക് നടന്നു പോവായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അവര് ഒരു പാട്ട് ആരോ പാടുന്നതായിട്ട് കേട്ടു. The best of friends will understand your little trials and lend a hand. ഇവിടെ ട്രയൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ലിറ്റിൽ ട്രയൽസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പൊ എന്താണ് ഈ വരികൾ പറയുന്നത്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ, വിൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുന്നു, യോർ ലിറ്റിൽ ട്രയൽസ്, നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ആൻഡ് ലെൻഡ് എ ഹാൻഡ്, എന്നിട്ട് നിങ്ങളെ സഹായിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ അർത്ഥം വെച്ചിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉറ്റ ചങ്ങാതിമാർ നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് തക്ക സമയത്ത് നിങ്ങളെ സഹായിക്കുന്നു. ഓക്കെ, അതാണ് ഈ 4 വരികളുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. നവീൻ, ഡു യു ഹിയർ ദ സോങ്, സാഷ ആസ്ക്ഡ്. അപ്പോൾ സാഷ നവീനോട് ചോദിച്ചു, നവീൻ നീ ആ പാട്ട് കേൾക്കുന്നുണ്ടോ? ദാറ്റ്സ് ദ സോങ് our ടീച്ചർ taught us today, നവീൻ റിപ്ലൈഡ്. അപ്പൊ നവീൻ റിപ്ലൈ എന്താ പറഞ്ഞ, മറുപടി ആയിട്ട് എന്താ പറഞ്ഞ്, ആ പാട്ട് ഇന്ന് നമ്മളുടെ ടീച്ചർ പഠിപ്പിച്ചതല്ലേ. ബട്ട് ഹൂസ് സിംഗിങ്, പക്ഷെ ആരാണിത് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വരൂ നമുക്ക് കണ്ടുപിടിക്കാം ആരാണ് ഈ പാട്ട് പാടുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത പാരഗ്രാഫിന്റെ സബ് ഹെഡിങ് എ പ്ലസന്റ് സർപ്രൈസ്, അതായത് ഒരു സന്തോഷിപ്പിക്കുന്ന ആശ്ചര്യം. ഓക്കെ, നമുക്ക് നോക്കാം. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. അപ്പൊ ഇവർ നോക്കുമ്പം ആ പെൺകുട്ടിനെ അവിടെ അടുത്തൊരു മരത്തിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് ഇവര് സാഷയും നവീനും കണ്ടു. ഷീ വാസ് ക്രേഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. ക്രേഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ടില് ഇട്ടിട്ട് ആട്ടി കൊടുക്കുക. ഒരു ചെറിയ കുട്ടീനെ തൊട്ടിൽ ആട്ടുന്നതിനാണ് ഈ ക്രേഡ്ലിംഗ് എന്ന് പറയുക. അപ്പൊ എന്താ ചെയ്യുന്നത്? ആ പെൺകുട്ടി അവളുടെ ചെറിയ അനിയൻ കുട്ടീനെ തൊട്ടില് ആട്ടിയിട്ട് ഈ പാട്ട് പാടി ഉറക്കുകയാണ്. ഹൗ ക്വിക്ക്ലി ഷീ ഹാസ് ലേൺ ദ സോങ്, നവീൻ വിസ്പേർഡ് ടു സാഷ. അവൻ നവീൻ സാഷനോട് പറഞ്ഞു, എത്ര പെട്ടെന്നാണ് ആ പെൺകുട്ടി ആ പാട്ട് പഠിച്ചെടുത്തത്. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽ. അപ്പോൾ ആ പെൺകുട്ടിയും അവരെ കണ്ടു, ചിരിച്ചു. ഷീ ട്രൈഡ് ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അവളുടെ ഉണങ്ങിയ ആ മുടി, അതായത് കുളിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി തോന്നുന്നു, ആ ഉണങ്ങിയ മുടി വിരലുകൾ കൊണ്ട് ഒതുക്കി വെക്കാൻ ശ്രമിച്ചു. യു സിംഗ് ബ്യൂട്ടിഫുള്ളി, നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. അപ്പോൾ നവീൻ പറഞ്ഞു, അവളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നീ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ നന്നായി പാടുന്നുണ്ടല്ലോ. അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. സാഷ വാണ്ടഡ് ടു ഗിവ് എ ഗിഫ്റ്റ് ടു ദ ഗേൾ. അപ്പോൾ സാഷയ്ക്ക് ആ പെൺകുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്ന് തോന്നി. ഇവിടെ ഈ ചിത്രത്തിൽ കാണാം, ഇവരെ കണ്ട പാടന്നെ ആ പെൺകുട്ടി അവളെ പാറി പറന്ന് കിടക്കുന്ന ഉണങ്ങിയ മുടി കൈകൊണ്ട് ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്നു. അടുത്ത പാരഗ്രാഫ് സബ് ഹെഡിങ് ദ ഗിഫ്റ്റ്, അതായത് സമ്മാനം. സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ അവളുടെ ബാഗ് തുറന്ന് ഒരു പുസ്തകം പുറത്തെടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതൊരു ചിത്രകഥ പുസ്തകമായിരുന്നു. ഹിയർസ് എ ഗിഫ്റ്റ് ഫോർ യു. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. ഇതാ നിനക്കൊരു സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം സാഷ അവൾക്ക് കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. അങ്ങനെ ആ പെൺകുട്ടി അവളുടെ കൈ അവളുടെ ഉടുപ്പിൽ തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അതിനുശേഷം ആ പുസ്തകം അവൾ വളരെ പുഞ്ചിരിയോടുകൂടെ സന്തോഷത്തോടുകൂടെ വാങ്ങി. കവിത, ഹൂ ഈസ് ദേർ, ഹെർ മദർ കോൾഡ് ഔട്ട്. അപ്പം കവിതന്റെ
അതായത് ആ പെൺകുട്ടീൻ്റെ പേര് കവിതയാണ്. കവിതേൻ്റെ അമ്മ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുക, ആരാണ് അവിടെയുള്ളത് നിന്റെ കൂടെ? ലെറ്റ്സ് ഗോ, നവീൻ ഹറീഡ് ഹിയറിംഗ് ദ വോയിസ്. നവീൻ ഇത് കേട്ടപ്പം ബാബാ നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞു. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. നമുക്ക് അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറയണം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹർ, സാഷ സജസ്റ്റഡ്. അപ്പോൾ സാഷ പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മളെ അനു ടീച്ചർ ഇവളെ സഹായിക്കും എന്ന്. അടുത്ത പാരഗ്രാഫ്, സബ് ഹെഡിങ് ദ സ്മൈൽ, അതായത് പുഞ്ചിരി. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ഫ്രണ്ട്. പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മളുടെ കൂടെ നമുക്കൊരു സുഹൃത്ത് വന്നിട്ടുണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. അവൾ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ഹർ, നമ്മൾക്ക് അവളെ സ്വീകരിക്കാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. അങ്ങനെ സ്കൂൾ അസംബ്ലി കൂടിയ സമയത്ത് ഹെഡ് മാസ്റ്റർ കവിതനെ ആ കുട്ടികൾക്കെല്ലാം, അതായത് ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതായത് പരിചയപ്പെടുത്തി. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അവൾ അന്ന് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് വന്നിരുന്നത്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവറി വൺ. വളരെ സന്തോഷത്തോടുകൂടെ അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. അങ്ങനെ കവിതൻ്റെ രക്ഷിതാക്കളെയും സ്റ്റേജിലേക്ക് വരാനായിട്ട് ഹെഡ് മാസ്റ്റർ ക്ഷണിച്ചു. അങ്ങനെ ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു. ഐ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നവീൻ. ഞാൻ സാഷയും നവീനെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എന്തിനാണ്? ദേ ഹെൽപ് കവിത ടു ജോയിൻ us. കവിത ഇവിടെ വന്ന് ചേരാൻ ഇവരാണ് വളരെയധികം മുൻകൈയെടുത്തതും സഹായിച്ചതും. സാഷ ആൻഡ് നവീൻ പ്ലീസ് കം ടു ദ ഡയസ്. അപ്പം സാഷനെയും നവീനെയും ഹെഡ് മാസ്റ്റർ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ഡയസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ കുട്ടികളോടെല്ലാം ഇവരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഹെഡ് മാസ്റ്റർ എല്ലാവരോടും പറഞ്ഞു. ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ, കവിതേൻ്റെ പാരൻസ്, സാഷ, നവീൻ, പിന്നെ ആരാണ്, ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ഒക്കെ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് കാണാം. താഴെ ആ സ്കൂളിലുള്ള കുട്ടികളെല്ലാം കാണാം നമുക്ക്. ടിയേഴ്സ് ഓഫ് ജോയ് എന്ന് പറഞ്ഞാൽ ആനന്ദ കണ്ണുനീർ. സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദ സ്റ്റേജ്. സാഷയും നവീനും സ്റ്റേജിൻ്റെ അടുത്തേക്ക് നീങ്ങി. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ് മാസ്റ്റർ അവർ രണ്ടുപേർക്കും ഹസ്തദാനം നൽകി. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. അപ്ലോഡഡ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും അവരെ വീണ്ടും അഭിനന്ദിച്ചു. കവിത ലുക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കവിത സാഷയും നവീനെയും നോക്കി. ഹെർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവരോടുള്ള നന്ദി കൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡിന് അവരോടുള്ള നന്ദി കൊണ്ട് ഈ കവിതയുടെ കണ്ണുകൾ തിളങ്ങി. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അതായത് അനു ടീച്ചർ പഠിപ്പിച്ച ആ പാട്ട് എല്ലാ കുട്ടികളുടെയും മനസ്സിലിങ്ങനെ ഉരുവിടുന്നുണ്ടായിരുന്നു. അതാണ് എക്കോയിങ് ഇൻ ദ എവറി മൈൻഡ് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. അതായത് ഉറ്റ സുഹൃത്തുക്കൾ സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. വേർത്ത് എന്ന് പറഞ്ഞാൽ വിലയുള്ളത്, വേർത്ത് മൂല്യമുള്ളത് എന്നൊക്കെ പറയാം. ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. എ ഹാർട്ട് ക്യാൻ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയത്തിൽ കൊള്ളാവുന്ന അത്ര, അതായത് ഹൃദയം തുറന്ന് നിറയെ ഹൃദയത്തോടെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അങ്ങനെ ടീച്ചർ മുന്നോട്ട് വന്ന് കവിതേനെ കെട്ടിപ്പിടിച്ചു. അതായത് ഹഗ്ഡ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുക. ദ ഗേൾ സ്മൈൽഡ്. അങ്ങനെ കവിത പുഞ്ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. അപ്പം കവിതേൻ്റെ കണ്ണ് നിറഞ്ഞു, സന്തോഷം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ആ കണ്ണുനീര് ആ കണ്ണിൻ്റെ മൂലക്ക് അങ്ങനെ നിന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അതാണ് ടിയേഴ്സ് ഓഫ് ജോയ് എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ടെൻഡർ ടച്ച് എന്ന ഈ ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. എൻ്റെ ചാനലിൻ്റെ പേരും അതിലേക്കുള്ള ലിങ്കും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്.